പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത അനേകരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടു. അവിടെ പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം ഉത്തരം നൽകി. അനേകരുടെ കണ്ണുനീരിന് മുമ്പിലേക്ക് ഈശോ ഇറങ്ങി വന്നുകൊണ്ട് നൈറ്റ് വിജിൽ രാത്രിയിൽ വലിയ അത്ഭുതകരമായ ഇടപെടൽ നടത്തി. വൈദ്യശാസ്ത്രത്തിൻ്റെ പരിധികളുടെ അപ്പുറത്തേക്ക് ദൈവം തൻ്റെ ജനത്തെ നയിച്ചത് ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കത്തുകൾ നമ്മളിപ്പോൾ ഇവിടെ സാക്ഷ്യമായിട്ട് വായിക്കുകയാണ്. ഈ സെക്ഷന് നേതൃത്വം നൽകുന്നത് ഷാലോമിൻ്റെ ശുശ്രൂഷകനായ ശ്രീ OM പ്രകാശ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 24-ാം തിരുവചനം, നിങ്ങൾ എനിക്ക് മണ്ണുകൊണ്ട് ഒരു ബലിപീഠമുണ്ടാക്കണം, അതിൽ കാളകളെയും ആടുകളെയും ദഹനബലികളായും സമാധാന ബലികളായോ അർപ്പിക്കണം. എവിടെയെല്ലാം എൻ്റെ നാമം അനുസ്മരിപ്പിക്കാൻ ഇടയാക്കുന്നുവോ ഞാൻ അവിടേക്ക് കടന്നു വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഷാലോം നൈറ്റ് വിജിൽ ശുശ്രൂഷ ദൈവത്തിൻ്റെ നാമം അനുസ്മരിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ എല്ലാം ദൈവം കടന്നു വന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നൈറ്റ് വിജിലുകളിലൂടെ നടന്ന ദൈവം പ്രവർത്തിച്ച ചില അടയാളങ്ങളും അത്ഭുതങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഞാനിവിടെ നിൽക്കുക. യേശുവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ പേര് ഷീബ ബിജു എന്നാണ്. ഞാൻ ഈ എഴുതുന്നത് വയനാട്ടിലെ പുൽപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ മകളുടെ SSLC CBSE പരീക്ഷ സമയത്ത് പ്രാർത്ഥനാ സഹായം ചോദിച്ച് ഷാലോം നൈറ്റ് വിജിലേക്ക് കത്തെഴുതിയിരുന്നു. മോൾക്ക് കണക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ കർത്താവ് അവളുടെ കാര്യത്തിൽ ഇടപെടുകയും ഉയർന്ന വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. 96% മാർക്കോടെയാണ് അവൾ വിജയിച്ചത്. നല്ലൊരു സ്കൂളിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടി. അവളെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി. പ്രാർത്ഥിച്ച ഷാലോം ഗ്രൂപ്പിന് എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി അറിയിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സങ്കീർത്തനം 20:5, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു പെൺകുട്ടി, കണക്കിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു പെൺകുട്ടി, ഷാലോം നൈറ്റ് വിജിൽ പ്രാർത്ഥനാ സഹായം ചോദിച്ച് ഷാലോം ടെലിവിഷനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 96% മാർക്കോടെ പാസ്സാകാൻ ദൈവം വലിയ കൃപ കൊടുത്തു. അതുകൊണ്ടാണ് ഞാൻ സങ്കീർത്തനം 20:5 പറഞ്ഞത്. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയത്തിൻ്റെ പതാക പാറിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം ഒന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് നന്ദി പറയാം. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തി അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തി ആകയാൽ അതിന് വലിയ ആഴമുള്ള അർത്ഥമുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കൃപ ഇപ്പോൾ ഒഴുകണം. വിശ്വാസത്തിന്റെ താലം തുറക്കപ്പെടുന്നതിനോട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നന്ദി പറയാം. യേശുവേ നന്ദി, കർത്താവേ സ്തോത്ര, കർത്താവേ ആരാധന, മഹത്വം, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ, ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി കരമടിച്ച് ഞാനെന്നും സ്തുതിക്കും. സങ്കീർത്തനം 103:11, ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. പ്രൈസ് ദി ലോർഡ്. ഭൂമിക്ക് മുകളിൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരുടെ മേൽ കർത്താവ് കാണിക്കുന്ന കാരുണ്യമെന്ന് സങ്കീർത്തകൻ നമ്മോട് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് കാണിക്കുന്ന കാരുണ്യത്തിന് അളവില്ല. പ്രിയപ്പെട്ടവരെ, അതിശക്തമായ ഒരു ദൈവിക പ്രവൃത്തി ഒരു കുടുംബത്തിന് മേൽ നടത്തിയതിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ വരുന്ന നിമിഷങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. എൻ്റെ പേര് ലവ്ലി.
തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പകപ്പാറ എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഭർത്താവിൻ്റെ പേര് ജോയി. ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരാണ്. 2011 നവംബർ 11 എൻ്റെ ഭർത്താവിനെ ഛർദിയും വയറുപെരുക്കവുമായി അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി. പരിശോധനയിൽ 2 കിഡ്നിയും തകരാറിലായതായി കണ്ടെത്തി. എൻ്റെ കിഡ്നി കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ 2014 എനിക്ക് ക്യാൻസർ ആണെന്നും ഗുരുതരാവസ്ഥയിലാണെന്നും കണ്ടെത്തി. ചികിത്സയ്ക്കായി എന്നെ എൻ്റെ വീട്ടുകാർ കൊണ്ടുപോയി. കീമോ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ജോയിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ആവശ്യങ്ങളെല്ലാം പേപ്പറിൽ എഴുതി വെച്ച് നൈറ്റ് വിജിലിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ജോയിക്ക് ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം നടത്തിയിരുന്നു. കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. ഒരിക്കൽ കൂടി ഞാനത് വായിക്കാം. കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. മനസ്സ് ശരീരവും തളരുമ്പോൾ ശാലോമിൽ വിളിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ജോയിയുടെ ഇളയ സഹോദരൻ ജോസ് കിഡ്നി തരാൻ തയ്യാറായി. 2016 ജൂൺ 17 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോയിയുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ ജോയിക്ക് ന്യൂമോണിയയും വയറിളക്കവും പിടിച്ചു. ഞങ്ങൾക്ക് വേണ്ടി അനേകായിരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്ന് ജോയി സുഖപ്പെട്ടു. ജോയിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് 17 ദിവസമായപ്പോൾ ഞാൻ ചെക്കപ്പിന് പോയി. എനിക്ക് വീണ്ടും ക്യാൻസർ ആക്റ്റീവായി എന്നറിഞ്ഞു. ഈ അവസ്ഥയിൽ നല്ലൊരു മരണത്തെ മുന്നിൽ കണ്ട് ഒരാഴ്ച ധ്യാനത്തിന് പോയി മടങ്ങി വന്നു. ജോയി വീണ്ടും ICUവിലേക്ക് മാറി. കിഡ്നി റിജക്റ്റ് ചെയ്യുമെന്ന അവസ്ഥയിലായി. ഞങ്ങളെ ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജോയിയുടെ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. ജോയി ഇനി നടക്കുകയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. ശരീരത്തിലെ 70% ഞരമ്പുകളും പ്രവർത്തനരഹിതമായി. എന്നാൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ എനിക്ക് പെറ്റ് സ്കാൻ നടത്തി. രോഗം ഇല്ല എന്ന് സ്ഥിരീകരിച്ചു. ദൈവത്തിന് മഹത്വം. പതിയെ ജോയിയുടെ ശോഷിച്ച കാലുകൾ ശക്തി പ്രാപിച്ച് ചെരുപ്പും വടിയും ഉപേക്ഷിച്ച് നടന്നു തുടങ്ങി. ഇന്ന് 1 വർഷത്തിന് ശേഷം ജോയി സ്കൂളിൽ പോകാൻ തുടങ്ങി. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. TV മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളും അതിൽ കൂടുതലായി ദൈവം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. എങ്ങനെ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണമെന്ന് അറിയില്ല. അത്രയും വലിയ അനുഗ്രഹമാണ് അവിടുന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞത്. ഞങ്ങളെ പ്രാർത്ഥന കൊണ്ടും സമ്പത്ത് കൊണ്ടും ആളായിട്ടും എല്ലാ തരത്തിലും സഹായിച്ചവരെ അങ്ങയുടെ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് 2 കരങ്ങൾ ഉയർത്തി. ഒരു കുടുംബം വളരെ ദയനീയമായ അവസ്ഥയിലൂടെ 4 വർഷക്കാലം കടന്നു പോവുകയാണ്. ആ കാലഘട്ടത്തിലെല്ലാം അവരുടെ പ്രത്യാശ ശാലോം പ്രാർത്ഥനാ ഗ്രൂപ്പും ശാലോം ടെലിവിഷനുമാണ്. അവരത് TV മുമ്പിൽ എഴുതി വെച്ച് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ കണ്ണുനീരിന് മുമ്പിലേക്ക് ദൈവം ഇറങ്ങി വന്ന് പരിപൂർണ സൗഖ്യം കൊടുത്ത് വീണ്ടും തൻ്റെ പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകാനുള്ള വലിയ കൃപ കൊടുത്ത് അനുഗ്രഹിച്ചു. കരമുയർത്തി സ്വരമുയർത്തി നമുക്ക് കർത്താവിന് വലിയ സന്തോഷത്തോടെ നന്ദി പറയാം. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. മഹത്വം കർത്താവേ, മഹത്വം. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധന. എന്നും ജീവിക്കുന്ന ദൈവം, ആമേൻ. അവരെന്നെ രക്ഷിക്കുന്ന ദൈവം, ഹല്ലേലൂയ. എന്നെ കൺമണിയായുള്ള കയ്യിലെന്നും വിധി പോൽ കാത്തിടുന്ന ദൈവം, ആമേൻ, ആമേൻ. എന്നും ജീവിക്കുന്ന ദൈവം, അവരെന്നെ രക്ഷിക്കുന്ന ദൈവം, എന്നെ കൺമണിയായുള്ള കയ്യിലെന്നും വിധി പോൽ കാത്തിടുന്ന ദൈവം. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, കരമുയർത്തിയടിച്ച് ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ, കാത്തിരപ്പം പോലെ, കടലല പോലെ സ്തുതിച്ചിടുവിൻ. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ,
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനം 40:17 കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. അങ്ങൻ്റെ സഹായകനും വിമോചകനുമാണ്. കർത്താവിന് എല്ലാ മനുഷ്യരെക്കുറിച്ചും കരുതലുണ്ട്. അവിടുന്ന് കരുതി വെച്ചിട്ടുണ്ട് നമുക്കായി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു നല്ല സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാക്ഷ്യമാണിത്. എൻ്റെ പേര് ലിസി. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണിമൂളി എന്ന സ്ഥലത്തു നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ വർഷങ്ങളായി ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഒരു സർക്കാർ സ്കൂളിൽ ജോലി ലഭിക്കുക എന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. ഞാനും എൻ്റെ കുടുംബവും എല്ലാ നൈറ്റ് വിജൽ ശുശ്രൂഷയിലും ഈ ആഗ്രഹം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ സഹായം ചോദിച്ച് ഫോൺ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായി എനിക്ക് 2016 ഡിസംബർ 13 ഒരു ഗവൺമെൻറ് ജോലി തന്ന് എന്നെ എൻ്റെ ദൈവം അനുഗ്രഹിച്ചു. എന്നെ ജോലി തന്ന് അനുഗ്രഹിച്ച ദൈവത്തിന് 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വലിയൊരു അനുഗ്രഹം. ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ് പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ലഭിക്കുക എന്നത്. അവരാഗ്രഹം ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം ശക്തമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. നിരന്തരമായ പ്രാർത്ഥന. പ്രിയപ്പെട്ടവർ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോയുടെ മുമ്പിൽ ഒരു കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കിട്ടുന്നത് വരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതു ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 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 നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് കരമടിച്ച് ജീവനോടെ പാടി ആരാധിക്കാം. ലോകത്തിൻ ശക്തിയെ ഭയം വേണ്ട. ആമേൻ. ലോകത്തെ ജയിച്ചവൻ കൂടെയില്ലേ. ക്രൂശുകളേറുമ്പോൾ പതറേണ്ട. ക്രൂശിതനായവൻ കൂടെയില്ലേ. ലോകത്തിൻ ശക്തിയെ ഭയം വേണ്ട. ലോകത്തെ ജയിച്ചവൻ കൂടെയില്ലേ. ക്രൂശുകളേറുമ്പോൾ പതറേണ്ട. ക്രൂശിതനായവൻ കൂടെയില്ലേ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട. മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ. സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട. മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ. സകലം കാക്കും ദൈവമവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശയ്യ 25:8 തിരുവചനം. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും അവിടുന്ന് നീക്കിക്കളയും. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഒരു അപമാനവും ആ വ്യക്തിയിൽ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ അല്ല കുടുംബത്തിൽ ദൈവം വെച്ചിരിക്കുകയില്ല. അവിടെ വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമില്ല. ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് യെശയ്യാ പ്രവാചകനിലൂടെ. അത് അവിടുന്ന് നീക്കിക്കളയും. പ്രിയപ്പെട്ടവരെ, ഒരു പെൺകുട്ടി വിവാഹത്തിന് വേണ്ടി ഒത്തിരി കാലം കാത്തിരുന്നു. പല ആലോചനകൾ വന്നു. എല്ലാം ഉറപ്പിക്കാൻ പറ്റാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ അവൾ കർത്താവിൻ്റെ മുന്നിൽ തീരുമാനമെടുത്തു. നമ്മൾ അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കുകയാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട്. എൻ്റെ പേര് റോസ്മേരി. എനിക്ക് കുറച്ച് നാളുകളായി വിവാഹം ആലോചിക്കാൻ തുടങ്ങിയിട്ട്, എന്നാൽ ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ലായിരുന്നു. മെയ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച നൈറ്റ് വിജിൽ കൂടിയപ്പോൾ ബ്രദർ പറഞ്ഞതുപോലെ ഈശോയെ അവിടുന്ന് എൻ്റെ കൂടെ വസിക്കണമെന്നും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കൂടെ അവിടുന്ന് എന്നും ഉണ്ടായിരിക്കണമെന്നും പ്രാർത്ഥിച്ചു. സാക്ഷ്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിലും ദൈവം ഇടപെടുമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, എൻ്റെ കല്യാണം ഉടനെ നടക്കുകയാണെങ്കിൽ യേശു നാമ മഹത്വത്തിനായി സാക്ഷ്യം എഴുതാമെന്ന്. ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ കല്യാണം ഉറച്ചു. ഓഗസ്റ്റിൽ എൻ്റെ കല്യാണം നടന്നു. യേശു എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. നിങ്ങളുടെ ജീവിതത്തിലും അവിടുന്ന് ഇടപെടും. യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. അവിടുന്ന് നിങ്ങൾക്ക് രക്ഷ നൽകും.
അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒരു പെൺകുട്ടി അവൾ ദൈവത്തിന് മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് നമുക്കൊരു ഉറപ്പ് തരികയാണ് അവൾ ഈ കത്തിലൂടെ. നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം മക്കളുടെ കണ്ണുനീരിന് മുമ്പിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവമാണ്. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നതും സ്വീകരിക്കുന്നതും വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അവിടത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ദ ഗോഡ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എല്ലാം അവിടത്തേക്ക് സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് പാടി ആരാധിക്കാം. കരമടിച്ച് ശക്തമായി ജീവനോടെ. ഹല്ലേലൂയ, ആമേൻ. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നാം വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. നമ്മളെയൊക്കെ എപ്പോഴും മനസ്സിൽ വേദനിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് കടന്നു വരിക എന്നതാണ്. ഹല്ലേലൂയ. നമ്മൾ അപ്പോൾ ആ ഒരു സമയത്ത് ദൈവത്തെ അറിയാതെ തന്നെ വിളിച്ചു പോകും. ദൈവമേ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ ഇങ്ങനെ 27-ാം സങ്കീർത്തനത്തിൽ നമ്മോട് ഒരു വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഹല്ലേലൂയ. ക്ലേശകാലത്ത് കർത്താവ് തൻ്റെ കൂടാരത്തിനുള്ളിൽ നമ്മൾ ഒളിപ്പിക്കുമെന്ന് സങ്കീർത്തനം പറയാണ്. അവിടെ നമുക്ക് അഭയമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭൂമിയിൽ അപ്പനെ വിശ്വസിക്കുന്നതിന് പരിമിതിയുണ്ട്. അമ്മയെ വിശ്വസിക്കുന്നതിന് പരിമിതിയുണ്ട്. നമ്മുടെ എല്ലാ കുറവുകളോടും കൂടി ഇവരാരും നമ്മളെ സ്വീകരിക്കില്ല. ഭാര്യയെ സ്വീകരിക്കുന്നതിന് പരിമിതിയുണ്ട്. ഭർത്താവിനെ സ്വീകരിക്കുന്ന പരിമിതിയുണ്ട്. മക്കളെ സ്വീകരിക്കുന്ന പരിമിതിയുണ്ട്. ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാനും സ്വീകരിക്കാനും പരിമിതികളുണ്ട്. എന്നാൽ ദൈവത്തിന് ഒരു മനുഷ്യനെയും സ്വീകരിക്കാൻ യാതൊരു പരിമിതിയുമില്ല. ദൈവം എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. അവിടത്തേക്ക് പരിമിതിയില്ല. അവിടുത്തെ സന്നിധിയിൽ നമുക്ക് അഭയമുണ്ട്. അവിടുത്തെ സങ്കേതത്തിൽ നമ്മളെ ഒളിപ്പിക്കും. മാറോട് ചേർത്തണച്ച് നമ്മുടെ ദൈവം നമ്മളെ സംരക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നെടുങ്കിടത്ത് നിന്ന് ലിജി ചാക്കോ എഴുതിയ ഒരു കത്ത് വായിച്ചു കേൾക്കുകയാണ് ഇപ്പോൾ. എൻ്റെ പേര് ലിജി ചാക്കോ. എനിക്ക് 6 മക്കൾ ഉണ്ട്. 5ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോൾ സ്കാനിങ്ങിൽ 3 കുട്ടികളാണുള്ളത് എന്നറിഞ്ഞു. പൂർണ്ണ ബ്ലഡ് റെസ്റ്റിലായിരുന്ന ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും 7ാം മാസം ഒരു കുഞ്ഞിൻ്റെ അനക്കം നിൽക്കുകയും പെട്ടെന്ന് ഓപ്പറേഷനിലൂടെ മറ്റ് 2 കുട്ടികളെ പുറത്തെടുക്കുകയും ചെയ്തു. മറ്റ് 2 കുട്ടികൾക്കും മാസം തികയാതെ ഉണ്ടായതിനാൽ തൂക്കം വളരെ കുറവായിരുന്നു. ആൺകുട്ടി 1.5 കിലോയും പെൺകുട്ടി 2 കിലോയുമായിരുന്നു തൂക്കം. ഇതിൽ പെൺകുട്ടിക്ക് ജനിച്ചപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 3000 ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുറഞ്ഞത് 5000 എങ്കിലും വേണ്ടിയതാണ്.
ഇത് മരുന്നുകൊണ്ട് കൂട്ടാമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഒരു മരുന്നും കുഞ്ഞിൻ്റെ ശരീരത്തിൽ പിടിക്കുന്നില്ലായിരുന്നു. പിറ്റേന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ 3000 കൗണ്ട് ഉണ്ടായിരുന്നത് 1500 കുറഞ്ഞിരുന്നു. പെട്ടെന്ന് ശരീരത്തിൻ്റെ നിറം മാറി നീല നിറമാകുകയും ചെയ്തു. കുഞ്ഞിനെ പ്രതീക്ഷിക്കേണ്ട, കുഞ്ഞിനെ കിട്ടാൻ സാധ്യത വളരെ കുറവാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കുഞ്ഞിനെ മറ്റേതെങ്കിലും ആശുപത്രി കൊണ്ടുപോയാൽ കാര്യമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചു. കുഞ്ഞിൻ്റെ ശരീരത്തിൽ മരുന്നൊന്നും പിടിക്കുന്നില്ലാത്തത് കൊണ്ട് മറ്റൊരിടത്തും കൊണ്ടുപോകേണ്ട കാര്യമില്ലെന്നും പ്രാർത്ഥന കൊണ്ട് മാത്രമേ കുഞ്ഞ് രക്ഷപ്പെടുകയുള്ളൂ എന്നും ഡോക്ടർമാർ അറിയിച്ചു. അപ്പോൾ കുഞ്ഞ് രക്ഷപ്പെട്ടാൽ ശാലോം ജാഗരണ പ്രാർത്ഥനയിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് തീരുമാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി പിറ്റേന്ന് ഡോക്ടർമാർ അറിയിച്ചു കുഞ്ഞിൻ്റെ ശരീരത്തിൽ മരുന്ന് പിടിക്കാൻ തുടങ്ങിയെന്നും 1500 കുറഞ്ഞ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 16000 ഉയർന്നിരിക്കുന്നുവെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഇപ്പോൾ അവൾക്ക് 2 വയസ്സ് കഴിഞ്ഞു. ജ്വാലാമരിയ എന്ന് അവൾക്ക് പേരിട്ടു. കുഞ്ഞ് മിടുക്കിയായിട്ടിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സങ്കേതത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ ദൈവം കൊടുത്ത വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് 2 കരങ്ങളും ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താൻ നമുക്ക്. നമ്മെ തൻ്റെ പുത്രനെ നൽകി രക്ഷിച്ച ദൈവത്തെ നമുക്ക് ഉള്ളു തുറന്ന് സ്നേഹിക്കാം. നമുക്ക് വേണ്ടി മരിച്ച യേശു കർത്താവിനെ ഉള്ളു തുറന്ന് സ്നേഹിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് വലിയ സ്വരത്തിൽ ദൈവത്തിന് നന്ദി പറയാം. കുടുംബങ്ങളായിരിക്കുന്നവര് ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്നിട്ട് 2 കരമുയർത്തി നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അപരിമേയനായ, അത്യുന്നതനായ, സർവശക്തനായ പരിശുദ്ധ ദൈവത്തെ നമുക്ക് സ്തുതിച്ചാരാധിച്ച് പ്രാർത്ഥിക്കാം. ഗ്ലോറി 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 ഗ്ലോറി. മഹത്വ കർത്താവേ, മഹത്വ കർത്താവേ, മഹത്വം 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 മഹത്വം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, കരമടിച്ച് തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ശക്തമായി കരമടിച്ചടിക്കാം. ജീവനോട് ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാങ്ങിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. വലിയ സന്തോഷത്തോടെ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാങ്ങിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. നമ്മൾ കുറച്ച് സമയം കർത്താവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ശാലോം മിനിസ്ട്രിയിലൂടെ ദൈവം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ധാരാളം അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളതിൻ്റെ സാക്ഷികളാണ്. ഒത്തിരി പേര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫോണിൽ കൂടെ വിളിക്കും, നെറ്റിലൂടെ കത്തെഴുതും, അല്ലാതെ പേപ്പറിലൂടെ കത്തെഴുതും. ഇതെല്ലാം വായിച്ച് ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാവില്ല എന്ന ബോധ്യത്തോടെയാണ് ഇവിടെ നിൽക്കുക. അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് ശാലോം മിനിസ്ട്രിയിലൂടെ ദൈവം ലോകത്തിൻ്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി പറയുകയും ഒപ്പം ധാരാളം അനുഗ്രഹങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒഴുക്കപ്പെടുന്നതിനായിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ശാലോമിന് വിവിധ മിനിസ്ട്രികളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രിയാണ് ശാലോം ആരംഭിക്കുന്ന കാലത്ത് ദൈവം കരങ്ങളിൽ ഏൽപ്പിച്ച ഒരു മിനിസ്ട്രിയാണ് പബ്ലിക്കേഷൻ മിനിസ്ട്രി. ഇതിലൂടെ പ്രസിദ്ധീകരണങ്ങളുണ്ട്. ശാലോം മാസികകളുണ്ട്, ശാലോം പത്രമുണ്ട്, അതോടൊപ്പം തന്നെ സോബിയ പബ്ലിക്കേഷൻ. അതിലൂടെ വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലാതെ പുസ്തകങ്ങൾ എഴുതപ്പെടുന്നു. ഇതിലൂടെ എല്ലാം അനേകരുടെ ജീവിതത്തിൽ ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ നിമിഷങ്ങളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി കർത്താവെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ശാലോം മിനിസ്ട്രിയെ അങ്ങ് അനുഗ്രഹിക്കണമേ. തിരുസഭയ്ക്കും ലോകത്തിനും
ശാലോം ഒരു അനുഗ്രഹമായി മാറട്ടെ. അതിനായി സ്വർഗ കവാടം തുറന്ന് അനുഗ്രഹം വർഷിക്കണമേ. ശാലോം ടൈംസ് പ്രസിദ്ധീകരണത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഇംഗ്ലീഷ് മാസികയെ സമർപ്പിക്കുന്നു, ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ. തമിഴ് മാസികയെ സമർപ്പിക്കുന്നു, ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സോബിയ പബ്ലിക്കേഷനെ അനുഗ്രഹമാക്കി മാറ്റണമേ, അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ പ്രസിദ്ധീകരണങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. സൺഡേ ശാലോമിന് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, സൺഡേ ശാലോം പത്രത്തെ എല്ലാ കുടുംബങ്ങൾക്കും ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. തിരുസഭയ്ക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വം കർത്താവേ, മഹത്വം, 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 മഹത്വം. യേശുവേ നന്ദി, യേശുവേ നന്ദി. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. ആത്മാവേ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ആത്മാവേ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. ശാലോം ടെലിവിഷനിലൂടെ ഒത്തിരി കുടുംബങ്ങൾ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മളിന്ന് വായിച്ച് കേട്ടു. ടി വിയുടെ മുമ്പിൽ കത്ത് എഴുതി വെച്ചിട്ട് ജനങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അതെല്ലാം ചെയ്തു കൊടുക്കുന്നു. ഒത്തിരി കത്തുകൾ വരുന്നുണ്ട്. അതിൽ നിന്നൊരു 5 എണ്ണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരുപാട് കുടുംബങ്ങളിൽ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ശാലോം ടെലിവിഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ശാലോം ടെലിവിഷനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, ശാലോം ടെലിവിഷനെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങൾക്കും ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. കണ്ണീരൊഴുക്കുന്ന, വേദനിക്കുന്ന അനേക ആയിരങ്ങൾക്ക് ശാലോം ടെലിവിഷൻ ഒരു അനുഗ്രഹമായി മാറട്ടെ. സ്വർഗ കവാടം തുറന്ന് അങ്ങ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോം മീഡിയ യുഎസ്എ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ശാലോം മീഡിയ അമേരിക്ക അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ശാലോം മീഡിയ യൂറോപ്പിനെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. കർത്താവായ യേശുവേ, ശാലോം മീഡിയ ഇംഗ്ലണ്ടിനെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ശാലോം മീഡിയ അയർലൻഡിനെ അനുഗ്രഹിക്കണമേ. ടെലിവിഷനിലൂടെ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിനെ അറിയുവാൻ ഇടയാകട്ടെ. രക്ഷ അനുഭവിക്കുവാൻ ഇടയാകട്ടെ. അങ്ങൊരു അനുഗ്രഹമാക്കി മാറ്റണമേ. തിരുസഭയ്ക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോം വെബ് റേഡിയോയെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, വെബ് റേഡിയോയിലൂടെ അനേകര് യേശുവിനെ കേൾക്കുവാൻ ഇടയാക്കണമേ. അനേകർക്ക് വെബ് റേഡിയോ ഉപയോഗിക്കുവാൻ പ്രചോദനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, സോഷ്യൽ മീഡിയയിലൂടെ ശാലോം പ്രസിദ്ധീകരിക്കുന്ന ഫേസ്ബുക്ക് പ്രോഗ്രാമുകളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
വിതരണ മേഖലയിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ DTH സംവിധാനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അതിന് മനസ്സായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കേബിൾ ഓപ്പറേറ്റേഴ്സിനെ അനുഗ്രഹിക്കണമേ. അവരുടെ അധ്വാനത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ. അവരുടെ സാമ്പത്തിക പ്രതിസന്ധികളെ എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തോത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. മഹത്വം, 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 മഹത്വം. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. വീണ്ടും സ്നേഹം നൽകുക, വീണ്ടും ശക്തി നൽകുക, പാവനാത്മാവേ ദാസരിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, വീണ്ടും ശക്തി നൽകുക, പാവനാത്മാവേ ദാസരിൽ